ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2020 നമ്മളുടെ 10ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ഓക്കെ, നമ്മളിതിനു മുമ്പ് ചെയ്ത എല്ലാ വീഡിയോസിൻ്റെയും ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ലിങ്ക്. അത് നോക്കിയാണ്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ 2020 ചോദിച്ച് 2 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. റൈറ്റ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന ബഹുപദത്തെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതുക. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മളുടെ ഐഡന്റിറ്റി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് എക്സ് സ്ക്വയർ, ഇത് 4 അല്ലേ, 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാലോ അല്ലേ. ഇപ്പൊ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റിലായി. എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. കണ്ടോ? അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സ് ആണ്, ബിയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഇത് രണ്ടും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4നെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതിയില്ലേ. ഓക്കെ, then if p of x equal to x square minus 7x plus 13, what is p of 3? p of x തന്നിട്ടുണ്ട്, p of 3 എത്രയാണെന്നാണ് ചോദ്യം. റൈറ്റ് ദ പോളിനോമിയൽ p of x minus p of 3 as the product of 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. p of x minus p of 3 എന്ന ബഹുപദത്തെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. Find the solution of the equation p of x minus p of 3 equal to 0. p of x minus p of 3 equal to 0 എന്ന സമവാക്യത്തിന്റെ പരിഹാരങ്ങൾ ഏതെല്ലാം? അപ്പോൾ ആദ്യം നമുക്ക് p of x തന്നിട്ടുണ്ട്, p of 3 കാണണം. അതെങ്ങനെ കാണുക? എക്സിന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ എന്നാണ് 3 സ്ക്വയർ എന്നാകും. 7x ആണ്, 7 ഇൻറ്റു 3 എന്നാവും, പ്ലസ് 13. ആദ്യം 3ന്റെ സ്ക്വയർ എത്രയാ? 9. മൈനസ് 7 ഇൻറ്റു 3 എത്രയാ? മൈനസ് 21 പ്ലസ് 13. ആദ്യം പോസിറ്റീവ് നമ്പറുകൾ ആഡ് ചെയ്യുക. 9ലോട്ട് 13 ആഡ് ചെയ്യുക. അപ്പം എത്രയാ കിട്ടുക? 22 കിട്ടും. 22 മൈനസ് 21. 22 21 പോയാൽ എത്രയാ? 1. അപ്പോൾ പി ഓഫ് 3 കിട്ടി. എത്രയാ? 1. ഇനി പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3നെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതണം. അപ്പോൾ അതിന് ആദ്യം പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3 എത്രയാ കാണണം. പി ഓഫ് എക്സ് പി ഓഫ് 3 മൈനസ് ചെയ്താൽ മതി. ആദ്യം പി ഓഫ് എക്സ് എഴുതുക, എന്നിട്ട് മൈനസ് ഇട്ടിട്ട് പി ഓഫ് 3യുടെ വാല്യൂ കൊടുക്കുക. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 13 എന്നാണ്. മൈനസ് പി ഓഫ് 3 അത് 1 ആണ്. 13 1 പോയാൽ 12. ഓക്കെ, ഇനി ഇതിനെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പോകട്ടോ. ശരിക്കും ശ്രദ്ധിച്ചോണേ. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. എക്സിന്റെ കൂടെ മൈനസ് എ ആണ്, കോൺസ്റ്റന്റ് 12 ആണ്. 2 നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. ആ 2 നമ്പറിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും കൂട്ടുമ്പോൾ മൈനസ് എ കിട്ടണം, ഗുണിക്കുമ്പോൾ 12 കിട്ടണം. കൂട്ടുമ്പോൾ എക്സിന്റെ കൂടെയുള്ള നമ്പർ കിട്ടണം, സമ്മ് മൈനസ് 7 കിട്ടണം. കൂട്ടുമ്പോൾ എക്സിന്റെ കൂടെയുള്ള നമ്പർ കിട്ടണം, ഗുണിക്കുമ്പോൾ 12 കിട്ടണം. പ്രൊഡക്റ്റ് അഥവാ ഗുണനഫലം. അങ്ങനെ വരുന്ന 2 നമ്പർ അത് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം മക്കളെ. ഈ പ്രൊഡക്റ്റ് പോസിറ്റീവ് വരണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആവണം, ഇല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവണം. 2 പോസിറ്റീവ് നമ്പറുകൾ ഗുണിക്കുമ്പോഴാണ് പോസിറ്റീവ് ആൻസർ കിട്ടുക, ഇല്ലെങ്കിൽ 2 പോസിറ്റീവ് നമ്പറുകൾ നെഗറ്റീവ് നമ്പറുകൾ ഗുണിക്കുമ്പോഴാണ് പോസിറ്റീവ് ആവുക. ഓക്കെ, സമ്മ് മൈനസ് ആണെന്ന് കരുതിയാണ്ട് നിങ്ങൾ ഒരു നമ്പർ മൈനസ് ആക്കി എടുക്കരുത് കേട്ടോ. ഒരെണ്ണം മൈനസ് ആയാൽ ഗുണനഫലം എന്താവും? മൈനസ് ആവും. കാരണം ഗുണിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആയാൽ ആൻസറും എന്താവും? നെഗറ്റീവ് ആകും. അപ്പോൾ ഇവിടെ മക്കളെ ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് 12 കിട്ടുക? 1 ഇൻറ്റു 12 12 ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ രണ്ടും പോസിറ്റീവ് ആവണം, ഇല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവണം. രണ്ടും പോസിറ്റീവ് ആയാലും രണ്ടും നെഗറ്റീവ് ആയാലും നമ്മൾ എന്താ ചെയ്യുക? സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ 12ക്ക് 1 കൂട്ടിയാൽ 7 കിട്ടൂല. അടുത്തത് 2 ഇൻറ്റു 6 12 ആണ്. 6ക്ക് 2 കൂട്ടിയാലും എന്ത് കിട്ടില്ല? 7 കിട്ടില്ല. ഇനി 3 ഇൻറ്റു 4 എന്താണ്? 7 ആണ്. 3ക്ക് 4 കൂട്ടിയാൽ 3 ഇൻറ്റു 4 എത്രയാ? 12 ആണ്. 3ക്ക് 4 കൂട്ടിയാൽ എത്രയാ? അത് 7 ആണേനു. ഓക്കെ, അപ്പോൾ നമ്മൾ 2 നമ്പർ കിട്ടി, 3 4 ആണ്. പക്ഷെ സമ്മ് നെഗറ്റീവ് വേണം. അപ്പോൾ 2നും നെഗറ്റീവ് കൊടുക്കുക. -3 ഇൻറ്റു -4 എത്രയാണ്? +12 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 നെഗറ്റീവ് ഗുണിക്കുമ്പോൾ അതെന്താകും? പോസിറ്റീവ് ആകും. അപ്പോൾ -3 ഇൻറ്റു -4 അത് +12 ആണ്. -3ക്ക് -4 കൂട്ടിയാൽ അത് -7 ആണ്.
അപ്പോൾ നമ്മൾ രണ്ട് നമ്പർ കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 3 എക്സ് മൈനസ് 4 എന്ന് എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 ഈക്വൽ ടു 0. രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമാക്കിയിട്ടാണ് എഴുതാൻ പറഞ്ഞത്. അതിന് നമുക്ക് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 മതി. ഇനി സി ക്വസ്റ്റ്യൻ കാണണം, അതിൻ്റെ സൊല്യൂഷൻ. അതിന് നമുക്ക് ആര് വേണം? എക്സ് മൈനസ് 3 ഈക്വൽ ഇൻറ്റു എക്സ് മൈനസ് 4 ഈക്വൽ ടു 0. അതിൽ നിന്ന് എക്സ് മൈനസ് 3 ഈക്വൽ ടു 0 എടുത്തു. അപ്പോൾ എക്സ് എത്രയാ? 3. ഇനി എക്സ് മൈനസ് 4 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് എത്രയാ? 4. അതായത് നമ്മളുടെ ഈ ഇക്വേഷനെ അഥവാ ഈ പോളിനോമിയലിനെ നമ്മൾ എങ്ങനെ എഴുതി? എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 എന്ന് എഴുതി. ഇത് എപ്പോഴാണ് 0 ആവുക? ഇതിൽ ആരെങ്കിലും ഒരാൾ 0 ആയാൽ പോരെ? 0നെ ഏതൊരു നമ്പർ ആയിട്ട് ഗുണിച്ച് കഴിഞ്ഞാലും 0 ആണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ 0 ആയാൽ മതി. ഒന്നുകിൽ എക്സ് മൈനസ് 3 0 ആവും. അപ്പോൾ എക്സ് എത്രയാ? 3 ആവും. മൈനസ് 3 പുറം വരുമ്പോൾ +3. അല്ലെങ്കിൽ എക്സ് മൈനസ് 4 0 ആവും. മൈനസ് 4 പുറം വരുമ്പോൾ 4 ആവും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്തൊക്കെയാ? എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നതും എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്നതുമാണ് എന്ത്? ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് ഈക്വൽ ടു 3 ആൻഡ് എക്സ് ഈക്വൽ ടു 4. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2020 നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ഡു യുവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ, വിഷ് യു ഓൾ ദ സക്സസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ ബൈ.